2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായിരുന്ന രാജീവ് ചന്ദ്രശേഖർ അത് തിരുവനന്തപുരത്ത് ശക്തമായ മത്സരമാണ് ഉണ്ടാക്കിയത്. അത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ആ ഒരു മുന്നേറ്റം ശശി തരൂരിൽ വലിയൊരു ഭയവും ഉണ്ടാക്കിയിരുന്നു. തോൽവി പോലും തരൂർ കണ്ടിരുന്നു എന്നുള്ളതാണ്. ഒടുവിൽ തീരദേശത്തെ ഒരു കുറച്ച് വോട്ടിൻ്റെ ഒരു പിൻബലത്തിൽ മാത്രം, നിസാര വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് തരൂർ തിരുവനന്തപുരത്ത് നിന്ന് 4ാം തവണയും വിജയിച്ചു കയറിയത്. തിരുവനന്തപുരത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരു MP അങ്ങനെ 4ാം തവണയും കരയേറി വന്നു. പക്ഷെ തിരുവനന്തപുരത്തുകാർ ഇതെല്ലാം ഇരുന്ന് നോക്കിക്കാണുന്നുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചിട്ടുള്ള ഒരു MP-മാരും ഈ മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്യാതെ പോവുകയാണ് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. ചാൾസ് എന്ന് പറയുന്ന ഒരു MP ഉണ്ടായിരുന്നു. പാർലമെന്റിൽ പോയി ഒന്നും സംസാരിക്കില്ല. അദ്ദേഹം എഴുന്നേൽക്കുന്നത് മുണ്ടൊന്നും മുറുക്കി കൊടുക്കാൻ വേണ്ടി മാത്രമായിരുന്നു. അപ്പം നമ്മൾ പറയും മറ്റുള്ളവരെ ഇന്നസെന്റ് എന്ത് ചെയ്തു എന്ന്. ഇന്നസെന്റ് മുണ്ട് മുറുക്കി കൊടുക്കാനും എഴുന്നേറ്റില്ല, പാൻറ് ഇട്ടുകൊണ്ടാണ് പാർലമെന്റിൽ പോയത്. അതുപോലെ VS ശിവകുമാർ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. എന്ത് ചെയ്തു? പന്നിയൻ രവീന്ദ്രന് ഒരിക്കൽ പോയി ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ. അന്ന് പറഞ്ഞത് ഹൈക്കോടതി ബെഞ്ചിങ് തിരുവനന്തപുരത്ത് കൊണ്ടുവരുമെന്നാണ് പറഞ്ഞു. ഇപ്പോൾ ഹൈക്കോടതിയും കേൾക്കാനില്ല, ബെഞ്ചും ഇല്ലാതായി. അങ്ങനെ ഇതൊക്കെ കുറെ കേട്ട് തിരുവനന്തപുരത്തുകാർക്ക് മടുപ്പുണ്ടായി. 2024 NDA സ്ഥാനാർത്ഥിയായിട്ട് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. തിരുവനന്തപുരത്തെ മാറ്റിയെടുത്തു തരും, അത് ഉറപ്പായ കാര്യമാണ്. അത് ഞാൻ ജയിച്ചാലും ഇല്ലെങ്കിലും നരേന്ദ്രമോദി 3ാം വട്ടവും അധികാരത്തിൽ വരുമ്പോൾ തിരുവനന്തപുരത്തിന്റെ ചിത്രം മാറും. അതെ, അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ 15,000 വോട്ടിന്റെ കുറവിൽ പരാജയപ്പെട്ടു ശശി തരൂരിനോട്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ മറ്റൊരു സ്ഥാനത്തോടുകൂടി തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട്. BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി തന്നെ അദ്ദേഹം തിരുവനന്തപുരത്ത് നിൽക്കുകയാണ്. പ്രതിപക്ഷമൊക്കെ പറയുന്നുണ്ട് മുണ്ടുടുക്കാൻ അറിയില്ല, മലയാളം അറിയില്ല. അവരുടെ കൂടെ മുണ്ടുടുക്കാൻ അറിയുന്നതും മലയാളം അറിയുന്നതുമായ കുറെ പേര് മസിൽ പിടിച്ച് നടപ്പുണ്ടല്ലോ. എന്ത് ചെയ്തു ഇത്രയും കാലമായിട്ട്? VD സതീശനല്ലേ ഇത് ഘോരഘോരം പറഞ്ഞു നടക്കുന്നത്? VD സതീശൻ നന്നായി മുണ്ടുടുക്കും, പക്ഷേ എന്ത് കാര്യം? മുണ്ടിലല്ല VD സതീശ കാര്യം. ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരത്ത് പല കാര്യങ്ങളും കൊണ്ടുവരുമെന്ന് രാജീവ് ചന്ദ്രശേഖർ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പറയുകയുണ്ടായി. അന്നത് കേട്ടവരൊക്കെ ഇതൊക്കെ എത്ര കേട്ടിരിക്കുന്നു, തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ തേനും പാലും ഒഴുക്കും എന്ന് വരെ പറയാറുണ്ടല്ലോ എന്ന് പറഞ്ഞുള്ള ആ പതിവ് പല്ലവി പോലെ അങ്ങ് തള്ളിക്കളഞ്ഞു. പക്ഷെ ഇപ്പോൾ അതല്ല. അടുത്ത മാസം 2-ാം തീയതി മെയ് 2-ന് വിഴിഞ്ഞം രാജ്യത്തിന് സമർപ്പിക്കാൻ പോവുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തിരുവനന്തപുരത്തുകാർ അഭിമാനിക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിന്ന് എല്ലാ പത്രങ്ങളും ഒന്നും എഴുതിയിട്ടുമില്ല. അതായത് നേമത്ത് സൈനിക സ്കൂൾ വരുന്നു. തിരുവനന്തപുരം സിറ്റിയോടെ ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് നേമം നിയോജക മണ്ഡലം. 2016 BJP അക്കൗണ്ട് തുറന്ന മണ്ഡലം. 2021 തെരഞ്ഞെടുപ്പിൽ BJPക്കകത്തെ കലഹം കാരണം, അവരുടെ പിടിപ്പുകേട് കാരണം കൈവിട്ടുപോയ മണ്ഡലം അതാണ് നേമം. പക്ഷെ ആ നേമം മണ്ഡലത്തിന് ഇപ്പോൾ മറ്റൊരു നേട്ടം ഉണ്ടായിരിക്കുന്നു. തിരുവനന്തപുരത്ത് ഒരു സൈനിക സ്കൂൾ കൂടി വരികയാണ്. അത് കരമന ഭാഗത്തുള്ള നീറമൺകരയിലുള്ള മന്നം മെമ്മോറിയൽ സ്കൂളിനോട് ചേർന്നാണ്. അതായത് NSS നടത്തുന്ന, NSSന്റെ സ്ഥാപകനായ മന്നത്ത് പത്മനാഭന്റെ പേരിലായിരിക്കും ഈ വിദ്യാലയം അറിയപ്പെടാൻ പോകുന്നത്. ഒരു സൈനിക സ്കൂൾ ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു നേട്ടമാണ്. തിരുവനന്തപുരത്ത് ഇപ്പോൾ സൈനിക സ്കൂള് ഉണ്ട്. അത് കഴക്കൂട്ടത്താണ്. സർക്കാർ സ്വകാര്യ സംയുക്ത സംരംഭമായി നായർ സർവീസ് സൊസൈറ്റിക്ക് കീഴിൽ നിലവിൽ വരുന്ന ആദ്യത്തെ സൈനിക സ്കൂളാണ് ഇവിടെ നേമം മണ്ഡലത്തിൽ വരാൻ പോകുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് രാജീവ് ചന്ദ്രശേഖറിന്റെ വാക്കുകൾ വെറും പാഴ്വാക്കുകളല്ല എന്ന് ഓർത്തിരിക്കണം.
അദ്ദേഹം വാക്ക് തന്നു, തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ഒരു IT ഹബ്ബായി മാറ്റും, തിരുവനന്തപുരത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റും. BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് എത്ര ദിവസമായി? അദ്ദേഹം BJPക്ക് അകത്തുള്ള കാര്യങ്ങൾ മാത്രം നോക്കാനല്ല വന്നിരിക്കുന്നത്, നാടിന്റെ കൂടി കാര്യങ്ങൾ നോക്കാനായിട്ടാണ് നരേന്ദ്രമോദി കേരളത്തിലേക്ക് പറഞ്ഞു വിട്ടത്. അവരുടെ പാർട്ടി കേന്ദ്രങ്ങളൊക്കെ ഇപ്പോൾ സേവാ കേന്ദ്രങ്ങളാണ്. അതായത് ജനങ്ങൾക്ക് വേണ്ടി പ്രധാനമന്ത്രി നിരവധി പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പദ്ധതികൾ പലപ്പോഴും ജനങ്ങളുടെ ഇടയിലേക്ക് എത്താറില്ല. ആ പദ്ധതികൾ, അതായത് അവർക്ക് വേണ്ട തരത്തിലുള്ള വായ്പകളും മറ്റു കാര്യങ്ങളും ഒക്കെ, ഇതെത്ര കിട്ടും, എവിടെ കിട്ടും, എന്താണ് നമ്മൾ ആ വായ്പ കിട്ടുന്നതിനുള്ള യോഗ്യത, എന്തിനു വേണ്ടിയാണ് കിട്ടുന്നത്, ഇതെല്ലാം BJPയുടെ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന്, പാർട്ടി കേന്ദ്രം എന്നല്ല അറിയപ്പെടുന്നത്, പാർട്ടി സേവാ കേന്ദ്രങ്ങളായി മാറി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും. പണ്ടുകാലത്തെ പാർട്ടി ഓഫീസ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പൊ CPMന്റെ ആണെന്നുണ്ടെങ്കിൽ അവിടെ മറ്റേ ദേശാഭിമാനി പത്രം ഉണ്ടാകും, അതും വായിച്ച് ബീഡിയും വലിച്ച്, ദിനേശ് ബീഡിയും വലിച്ച് കട്ടൻ ചായയും കുടിച്ച് പരിപ്പ് വടയും തിന്നിരിക്കും. കോൺഗ്രസിന്റെ ആണെന്നുണ്ടെങ്കിൽ കുറെ കതർ വിട്ട് ശരീരം മുഴുവൻ പെരുപ്പിച്ച് അമൂൽ ബേബികളെ പോലെ കുറെ എണ്ണങ്ങൾ അങ്ങനെ ഇരിക്കും. ഇതേ ഉള്ളൂ. പക്ഷേ BJPയുടെ പാർട്ടി കേന്ദ്രങ്ങൾ അങ്ങനെ അല്ല. ഇനി അത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരിടമായിട്ട് മാറും. ഇപ്പോൾ ഇതാ സൈനിക സ്കൂൾ കൊണ്ടുവരുന്നു. ഇനി അതിനോടൊപ്പം തന്നെ നെയ്യാറ്റിൻകരയ്ക്ക് വികസനം ഉണ്ടാകാൻ പോകുന്നു. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയോട് പറഞ്ഞതാണ്, ആ സർക്കാരിനോട് പറഞ്ഞു, നിങ്ങൾ എയിംസിന് വേണ്ടി സ്ഥലം കാണിച്ചു തരൂ, ഞങ്ങൾ തരാമെന്ന്. ഇത്രയും കാലമായിട്ട് അത് കാണിച്ചു കൊടുക്കാൻ അന്നത്തെ UDF സർക്കാരിനോ മാറി വന്ന LDF സർക്കാരിനോ സാധിച്ചില്ല എന്നുള്ളതാണ്. വീണ്ടും വീണ്ടും ചോദിച്ചു, കൈമലർത്തുകയാണ് ചെയ്തത്. ഒടുവിൽ LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കൊണ്ടുപോയി തിരുവനന്തപുരത്ത് നിന്ന് അങ്ങോട്ടേക്ക് പിടിക്കുകയാണ്. കോഴിക്കോട്, ഇങ്ങനെ കണ്ണൂര് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോടും മറ്റും ഇവർക്ക് വലിയ താല്പര്യമാണുള്ളത്. അപ്പോൾ തിരുവനന്തപുരത്തിന് കിട്ടില്ല എന്നുള്ള രീതിയിൽ ആക്കി തീർത്തിരിക്കുകയാണ്. കാരണം തിരുവനന്തപുരത്തിനോട് മുൻകാല MPമാർക്കെല്ലാം പരമ പുച്ഛവും അവഗണനയുമാണ് ഉണ്ടായിട്ടുള്ളത്. കാര്യം നേടാൻ വേണ്ടി മാത്രം വന്ന് നിന്ന് ജയിച്ചു പോകുന്ന ഒരിടമായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തനാണ് രാജീവ് ചന്ദ്രശേഖർ. രാജീവ് ചന്ദ്രശേഖറിന്റെ നീക്കം നമ്മൾ മനസ്സിലാക്കണം. ഇത് കേരളത്തിൽ ഒരു വൻ കുതിപ്പിനിടയാക്കാൻ പോവുകയാണ്. BJPയുടെ വോട്ട് വർധനവല്ല ഇനി ഉണ്ടാകാൻ പോകുന്നത്. വോട്ട് വർധനവിന്റെ കാലമൊക്കെ കഴിഞ്ഞു. ഇനിയും വിജയിക്കുന്ന മണ്ഡലങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും CPMന്റെ കയ്യിൽ നിന്ന് നിയമം പോകാൻ തയ്യാറെടുത്തു കഴിഞ്ഞു എന്നാണ് സൂചന നൽകുന്നത്.